കേരള ജീപ്പില് എന്തിനാണെന്നാ ഒരുത്തനെ ഇടിച്ച് കൊല്ലാൻ നോക്കിയതിന്? എന്റെ സ്വഭാവം പറഞ്ഞ് ചീത്തക്കരുത്. ഏട്ടഞ്ഞ് കഴിഞ്ഞാ പിന്നെ തല്ലുകൊള്ളാൻ നിർത്താറില്ല ഞാൻ. എന്നെ വെറുതെ തല്ലുകൊള്ളിപ്പിക്കാതെ വന്ന് കേറച്ചു. ശ്യാമളം പറയുന്നത് അനുസരിക്കച്ചു. നീ ചെല്ല്. ശ്യാമളോ തന്റെ മടിയിലിരുത്തിയാൾക്ക് പേറ്റത് സാറിന് വിളിക്കണോ? ഞാൻ നിന്റെ ആശാനല്ലേ ശ്യാമള? ആശാനും കൂശാനൊക്കെ അങ്ങ് വാലേലി. യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ക്രിമിനൽസാ. മോനെ ഒരു ഗുണ്ടയായിട്ട് വളർത്താനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ ഇടിച്ചു തന്നെ ഒന്നുമില്ല. ഒരു ഗുരുദക്ഷിണ കൊടുത്തതാ, ചുമ്മാ പേടിപ്പിച്ചതാ. എന്റെ കൈമനെ കർത്താതെ വേഗം വണ്ടി കേറച്ചു. എന്ത് ഇത് കേസാക്കാൻ ആരാ പരാതി തന്നെന്ന്? നിന്നെ ഇവിടെ നിന്ന് ഉടനടി പൊക്കണമെന്ന് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞത് മറ്റാരുമല്ല, ഈ നിൽക്കുന്ന നിന്റെ സ്വന്തം അച്ഛൻ തന്നെയാ. ശരിയാടാ, ഞാൻ തന്നെയാ വിളിച്ചു പറഞ്ഞത്. മറ്റൊന്നും കൊണ്ടല്ല, ഇതറിഞ്ഞ് അപ്പോ എങ്ങാനും വന്നാൽ അത് കണ്ടു നിൽക്കാനുള്ള കരുത്ത് എനിക്കില്ല. ഈ കേസിൽപ്പെട്ട നീ സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞാൽ അവൻ അങ്ങ് തണുത്തോളും. നിനക്കിപ്പോ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം ശ്യാമളന്റെ സ്റ്റേഷൻ തന്നെയാ. ഒരു അഡ്ജസ്റ്റ്മെന്റ് അച്ഛൻ ഒന്ന് സഹകരിക്കണം. കൈക്കൂലി വാങ്ങിച്ചിട്ട് പറയല്ല. അടുത്ത ഭാര്യയിൽ ശ്രീകൃഷ്ണനാക്കാമെന്ന് ആശാന്റെ ഓഫർ ഉള്ളതുകൊണ്ട് പറയാ. ചെല്ലു ചെന്ന് നമ്മുടെ ചൈതന്യ രഥത്തിൽ കയറൂ. കാരാഗൃഹത്തിന്റെ വാതിൽ നിനക്കായി നാം തുറന്നു തരാം. വരൂ, വലതുകാൽ വെച്ച് വരൂ. ആ, ഇത്രയും നാളത്തെ ഭാർഗവി നിലയമായിരുന്നു. ഇപ്പോഴാ ഒരു ആളും അനക്കൊക്കെ ആയത്. അച്ചു, ഞാനൊരാഗ്രഹം പറഞ്ഞ് സാധിച്ചു തരുമോ? ഞാനൊരു ത്രാണിയില്ലാത്ത വെറും ഒരു പുളുന്താൻ എസ്ഐയാണെന്ന് ഇവിടുത്തെ പോലീസുകാർക്ക് മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം അത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിന്നെ പതുക്കെ 2-3 ഇടിയിടിച്ച് എനിക്ക് അവന്മാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യണം. പതുക്കെ ഊറും പഠിക്കണ പോലെ. നിനക്ക് കൊടുക്കത്ത ആരോഗ്യല്ലേ, നീ ഒന്ന് എയർ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പ്ലീസ്. വിരിഞ്ഞല്ല, ഒരു ബോഡി ഒത്തു കിട്ടി. നീയൊക്കെ റൗഡി സംഘാനിക്കും അല്ലടാ റാസ്കളെ. അതോട്ട് സംസാരിക്കൂടാ. എന്റെ കൈന്റെ ചൂടറിയടാ. സുധാകര, ശ്യാമളൻ സാറിന് നല്ല ഉഷാറിലാണല്ലോ. എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത് പ്ലീസ്. എന്തു പറ്റി സാർ? അവന്റെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടോ. അത്രയും തല്ലുണ്ടായിരുന്നു. അവസാനം കാല് പിടിച്ചപ്പോ നിർത്തി. നാഭിക്ക് മുട്ടുകാല് കൊണ്ട് ഇടിച്ചിട്ടുണ്ടല്ല. ഇന്ത്യയുടെ താഴെ കിടക്കുന്ന ശ്രീലങ്ക വരെ തകർന്നു പോയടോ. ഈശ്വര, അടുത്തത് ചെന്ന് തടയണോ? പോടോ. അപ്പോ അപ്പൊ നിക്കേ നിക്കപ്പോ എന്താ പൊട്ടം കഴിവരെ ഇങ്ങോട്ട് ഇറക്കി വിട്. ഇല്ലെങ്കിൽ സ്റ്റേഷനകത്ത് കയറി ഞാൻ പെരുമാറുവേ. അപ്പൊ വെറുതെ ക്രമസമാധാനം കയ്യിലെടുത്ത് എന്റെ കൈ ചീത്തേക്കരുത്. ഇപ്പൊ ഒരുവനത് കയ്യിലെടുത്തിട്ട് ശരിക്ക് കിട്ടിയതേ ഉള്ളൂ. ഇനി നീയും കൂടി ആയാൽ എനിക്ക് താങ്ങാനാവില്ല. വീട്ടിൽ പോ. എന്റെ കുടുംബത്തേക്ക് ഞാൻ പറഞ്ഞയച്ച എന്റെ കൂട്ടുകാരനെ അവൻ തല്ലിച്ചതച്ചത്. അവനെ ഞാൻ വെറുതെ വിടില്ല. അവന്റെ നൊട്ടല് ഞാൻ തല്ലി ഓടിക്കും. അവൻ ഇങ്ങോട്ട് ഇറക്കി വിട് സാറേ. വെറുതെ അല്ല നാറി പൊട്ടനായി പോയത്. അവന് സംസാരിക്കാൻ കൂടി കഴിവുണ്ടായിരുന്നു. അവൻ ഈ ഭൂലോകം മുടിച്ചേനെ. എടാ അമ്പലം മുഴുകി ഇറങ്ങി വേണം. എടാ അമ്പലത്തിലെ കാശെടുത്തല്ലടാ നീ നാട്ടുകാർക്ക് പലിശക്ക് കൊടുക്കുന്നത്. നിന്റെ കൊള്ളപ്പലിശ നാട്ടുകാരെ പ്രാക്കം കൊണ്ടല്ലടാ നിനക്ക് കുട്ടികൾ ഉണ്ടാകാതെ പോയത്. നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ടടാ. നിനക്ക് ഇതിനു പോലെ നല്ല അസ്ഥന് പണി ഞാൻ തന്നിരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് അപ്പോന്നല്ലടാ. തൽക്കാലം നീ പോപ്പു. അവനുള്ള പണി ഞാൻ കൊടുത്തോളാം. താൻ ഒരുപാട് പുളുത്തു. നിങ്ങളൊക്കെ ഒരു കമ്പനിയാന്ന് എനിക്ക് അറിയാടൂ. താൻ എത്ര കാലം അവനെ അകത്ത് വെക്കുമെന്ന് എനിക്ക് അറിയണമല്ലോ. അവൻ ഇറങ്ങി കണക്ക് തീർത്തിട്ടേ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുള്ളൂ. താൻ അവനോട് എന്ന് പറഞ്ഞേക്ക്. അവൻ വരുന്നൊന്നും കാത്ത ഞാൻ വീടിന്റെ ഉമ്മറത്തിരിപ്പുണ്ടെന്ന്. എത്തിയാ സുഖല്ലേ? എടാ പൊട്ടാ,
എന്റെ കൂട്ടുകാരനെ തല്ലിയതിന് പോലെ നിന്റെ കൂട്ടുകാരനെ എന്റെ കൈ കിട്ടിയിട്ടുണ്ടടാ. അടുക്കരുത്, ഞാൻ ബാലയ്ക്ക് വേണ്ടി കളരി പഠിച്ചവനാണ്. എന്നെ കൊണ്ട് 18ാമത്തെ അടവെടുപ്പിക്കരുത്. ദേ കണ്ടോ? അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. 2 തെങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. ചന്ദ്രൻ അവന് പറ്റിയ നല്ലൊരു ഉണക്കത്തങ്ങ. വെറുതെ പുറകെ വരണ്ട, എന്നെ കിട്ടില്ല. ചേട്ടാ വണ്ടി എടുത്തോ, ഇത് പോലീസ് പിടിച്ച കാറാ. അയ്യോ, അമ്മ, അമ്മ. ശ്ശോ. ഒളിഞ്ഞു നോക്കുന്നു. അമ്മേ, വയറ്. അയ്യോ, കാല്. അയ്യോ, രാമോ. പതുക്കെ. ഹലോ, ഹലോ. എന്താ ഇത്ര വൈകിയത്? ഇടി നിർത്തിയാലല്ലേ വരാൻ പറ്റുള്ളൂ. നിനക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. നിനക്കാ? വന്നതല്ലേ ഉള്ളു, കുറഞ്ഞോളൂ. ഈ പൊട്ടന്റെ ഇടിക്ക് ശക്തി കൂടൂന്ന് പറയണത് ശരിയാണ് കേട്ടോ ചന്ദ്ര. പിന്നെ ഇരട്ടകളും കൂടി ആകുമ്പോ പിന്നെ അത് ഡബിൾ ആകും. എനിക്കതല്ല പേടി. നിന്നെ തല്ലിയതിന്റെ പകരം വീട്ടാൻ അച്ചു വീണ്ടും വന്ന് എന്നെ തല്ലുവോ? അവന്മാരുടെ കാര്യമൊന്നും പറയാൻ പറ്റൂല. രണ്ടും ഭ്രാന്തന്മാരാ. അവരുടെ വഴക്ക് മാറിയില്ലെങ്കിൽ ഇടക്കിടക്ക് തല്ലുകൊള്ളുന്ന നമ്മളായിരിക്കും. നിന്റെ അപ്പു എന്ന് തിരിച്ചു പോകുന്ന അറിയാമോ? ഒരാഴ്ചയും കൂടെ ഇവിടെ കാണുമെന്നാണ് പറഞ്ഞത്. ഈശ്വര, അപ്പൊ ഇനി രണ്ടും തമ്മിൽ യുദ്ധമായിരിക്കും. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇനി പണയപ്പണ്ട എടുപ്പിക്കാൻ അച്ചുവേട്ടന്റെ വീട്ടിലോട്ട് നാട്ടുകാരെപ്പോഴും ഇളകി വരുന്നതെന്ന് പറയാനും പറ്റില്ല. കാശുണ്ടെങ്കിൽ ഉരുപ്പടി വേറെ വാങ്ങിച്ചു കൊടുക്കാം. പക്ഷെ കാശിനെന്താ വഴി? അപ്പുനോടാ? അപ്പുനോട് എങ്ങനെ വാങ്ങാനാ? എങ്ങോട്ട്? പൊള്ളാച്ചിക്ക. പൊള്ളാച്ചി ചെന്ന് അവൻ ഉണ്ടാവുന്ന എന്താണ് ഉറപ്പ്? ആള് പൊള്ളാച്ചി തന്നെ കാണും. അവിടെ ഒരു തമിഴത്തി പെണ്ണുമാറ്റി കൊളുത്തി കിടക്കുന്ന ഗോവിന്ദൻ പറഞ്ഞത്. ആ തമിഴത്തി അവിടെ ഉണ്ടെങ്കിൽ ആ പൊണ്ണൻ അവിടെ തന്നെ കാണും, ഉറപ്പ്. ஐயோ, இந்த அடிப்பட்ட காலை வச்சுக்கிட்டு எதுக்கு சித்தப்பா என் பின்னாடி சுத்துறீங்க? அதெல்லாம் பார்த்தா இந்த சித்தப்பாக்கு வெளி வரவே முடியாது. இந்த போடியில எங்கேயாவது ஒரு பிளாஸ்டர் இருக்கும். அதுதான் என் விதி. நீ போமா, உன் பிறந்த நாள் அல்லவா, நல்லா சாமியை கும்பிடு. போ 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 போமா. வாடா. கண்ணா, அக்காவே நீ பத்திரமாய் பாத்துக்கோப்பா. போ போ போ. அவன் கண்டிப்பா இன்னைக்கு இங்க வரும். அவனை எங்க பார்த்தாலும் துண்டம் துண்டமாய் வெட்டிடு. போ. ஐயா வணக்கம் ஐயா. என்ன முத்துச்சாமி, கோவில்ல ஒரு கல்யாணம் இருக்கு. சரி 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 சரி, போய் நல்லா வா. சரிங்க ஐயா. நல்லா வா. வாங்கடா. போ போ. அக்கா, முத்துச்சாமி அழகா வாசிக்கிற. அண்ணா, லட்டு. சித்தப்பா லட்டு கல்யாணம் முடிஞ்சாச்சு. அந்த கல்யாணத்துக்கு நீ எதுக்கடா லட்டு கொடுக்கணும்? பொண்ணு நமக்கு ரொம்ப முக்கியமான ஆளு, மாப்பிள்ளை உங்களுக்கு முக்கியமான ஆளு. யாரடா அவங்க? பொண்ணு என்னுடைய அக்கா, மாப்பிள்ளை உங்க enemy அப்பு. ஏய், முடிங்கடா. ஐயோ, മതി, ഇനി അവനെ പിടി. ചിത്തപ്പ എന്ത് പൂരം കാണാൻ നിൽക്കാണ്? വീട്ടിൽ പോടാ ചിത്തപ്പ. ഞങ്ങളെ ഹണിമൂണ് കഴിഞ്ഞിട്ട് വന്നേക്കാം കേട്ടാ.